ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ഇടതും വലതും ചേർന്നിരുന്നുവെങ്കിൽ ആരായിരിക്കും ഭരിക്കുക? അപ്പോൾ ഞാൻ പറയുന്നത്, പലപ്പോഴും സംഘപരിവാറിനെ തടയിടുക എന്നതിൻ്റെ ഉത്തരവാദിത്വം മൈനോറിറ്റിയുടെ മാത്രം തലയിൽ വെച്ച് കെട്ടുന്നതിന് പകരം കേരളത്തിൽ ഉൾപ്പെടെ സംഘപരിവാറിൻ്റെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഫാഷിസത്തെ തടയുന്നിടത്ത്, വംശീയാക്രമണങ്ങളെ തടയിടുന്നിടത്ത്, ഹെയ്റ്റ് ക്യാമ്പയിനെ തടയിടുന്നിടത്ത്, ഇസ്ലാമോഫോബിയെ തടയിടുന്നിടത്ത് ഒരുമിച്ച് നിൽക്കാൻ എല്ലാവർക്കും കഴിയണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഈ സാഹചര്യത്തിലാണോ? ഞാൻ ആദ്യം അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി BJPയെ പോലെ എന്നാണ് ഞാൻ എൻ്റെ അവതരണത്തിൽ അത് വന്നിട്ടുണ്ട്, ആവർത്തിക്കേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾ കാണുന്ന പ്രസ്ഥാനമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്, ജില്ലയിലുണ്ട്, BJP ഉണ്ട്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ വർഗീയ പ്രവർത്തനം? വാട്ട് ഈസ് ദ കമ്മ്യൂണലിസം? എന്താണ് വർഗീയത? അപരമത വിദ്വേഷമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് അപരമത വിദ്വേഷത്തിൻ്റെ ഏതെങ്കിലും ലാഞ്ചിനെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിലുണ്ടായത്? എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം കൊണ്ട് ധ്രുവീകരണം ഉണ്ടായത്? ഇത് തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ടല്ലോ. ആ തത്വം അംഗീകരിച്ചാലാണ് ഞാൻ ബാക്കി പറയേണ്ടത്. ഒന്ന് രണ്ട് ഉദാഹരണം കേരളത്തിൽ ഞാൻ പറയാം. പാലക്കാട് 1991 സിറാജുന്നിസ വധിക്കപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയോടനുബന്ധിച്ചുകൊണ്ട് ദൗർഭാഗ്യകരമെന്ന് പറയാവുന്ന ഒറ്റപ്പെട്ട കേരളത്തിലെ മുറിവാണ് മാറാട് പോലെ പാലക്കാട് സംഭവിച്ച വർഗീയ കലാപങ്ങൾ. സിറാജുന്നിസ വെടിയേറ്റ് വധിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവിടെ അങ്ങിങ്ങായി കലാപന്തരീക്ഷം രൂപപ്പെട്ടു. അന്ന് അവിടെ പലപ്പോഴും ആവർത്തിച്ച് ഓരോ ഡിസംബർ 6 തുടർച്ചയായിട്ട് 2-3 വർഷങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ വ്യക്തിത്വമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹം പാലക്കാട് ചെന്നു. അവിടെയുള്ള എൻ്റെ സുഹൃത്ത് സുലൈമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നു. എന്നിട്ട് ഒരുപാട് പൗരപ്രമുഖരെ കണ്ടു, പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. എന്നിട്ട് ഇത് അവസാനം കുറിക്കണമെന്ന് തീരുമാനിച്ചു. 2 പതിറ്റാണ്ട് മുമ്പ് പാലക്കാട് സൗഹൃദവേദി രൂപീകരിച്ചു. പ്രൊഫസർ മഹാദേവൻ പിള്ള എന്ന് പറയുന്ന അറിയപ്പെട്ട വ്യക്തിത്വം അതിൻ്റെ ആദ്യ ചെയർമാനായി വന്നു. ആ 2 പതിറ്റാണ്ട് ഇന്നും പാലക്കാട് ടൗണിൽ ആ സൗഹൃദവേദി പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ അത്തരം കലാപത്തിൻ്റെ ലാഞ്ചന ഉണ്ടായിട്ടില്ല. അതിന് ഇനീഷ്യേറ്റ് ചെയ്ത് തന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറാട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം, നാദാപുരം കലാപം നടന്ന ഘട്ടത്തിൽ അവിടെ നമ്മുടെ തന്നെ ഒരു NGO ആണ് അവിടെ ചെന്നിട്ട് വസ്തുതാന്വേഷണ കമ്മീഷൻ എന്നുള്ള അർത്ഥത്തിൽ പഠിക്കുകയും ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇനി കലാപത്തെക്കുറിച്ച് പറയാം. നമ്മൾ നാദാപുരം കലാപം കണ്ടതാണല്ലോ. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ നാദാപുരം കലാപത്തിൽ എന്താണ് CPM ചെയ്തത്? ഒരു കലാപം കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. ഒരു വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഉണ്ടായത്. എങ്കിലും അതിൻ്റെ പരിഹാര നിയമം കയ്യിലെടുക്കലാണോ? 2012 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടത് 52 വെട്ടിയിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടല്ലോ. ആ വധിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം സഖാവാൻ ആ വാഹനത്തിൻ്റെ പുറത്ത് മാഷാ അല്ലാ എന്ന് എഴുതി പതിച്ചത് എന്തിനാ? അത് സൃഷ്ടിക്കുന്ന കലാപത്തിൻ്റെ വിത്ത്, അത്രയും വലിയ കലാപ വിത്ത് ആരെങ്കിലും ഈ കേരളത്തിൽ പാകിയിട്ടുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പഴയ ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന ഈ അപഭ്രംശം, ഈ വ്യതിചലനം എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടാത്തത്? കലാപമാണ് എങ്കിൽ കലാപത്തിന് കോപ്പ് കൂട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ആരായാലും പാടില്ല എന്നല്ലേ. ഇവിടെ ഒരുപാട് കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രക്തത്തിൻ്റെ കറ പുരണ്ട, അതിനുവേണ്ടി കൊട്ടേഷൻ സംഘത്തെ വളർത്തിയ,
അത്തരത്തിലുള്ള കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുഖവാസ സൗകര്യം ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നുവരെ ഏതെങ്കിലും ഒരു അപര സമൂഹത്തിൽപ്പെട്ടതോ സമുദായത്തിൽപ്പെട്ടതോ സ്വന്തം സമുദായത്തിൽപ്പെട്ടതോ ആയ ആളുകളുടെ രക്തത്തിൻ്റെ കറപുരളാത്ത, എവിടെയെങ്കിലും ധ്രുവീകരണ പ്രക്രിയയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പേര് പോലും പരാമർശിക്കാത്ത, ജനാധിപത്യപരമായും നിയമാനുസൃതമായും സഹവർത്തിത്വത്തോടെയും സാഹോദര്യത്തോടെയും ബഹുസ്വര സമൂഹവുമായി ഇണക്കിച്ചേർക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളും പദ്ധതികളും നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ വളരെ നിരുത്തരവാദപരമായി എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക? ഗവൺമെൻറ് ആണല്ലോ, ഇവരാണല്ലോ ഭരിക്കുന്നത്, അവർക്ക് കേസെടുക്കാമല്ലോ. ഒരു കേസ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലക്കുറ്റത്തിൽ, ഞാൻ പറയുന്നത് ഇത് വളരെ അപകടകരമായ നീക്കമാണ് CPM ചെയ്യുന്നത്. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അതിൻ്റെ പ്രബുദ്ധ കേരളം കൊടുത്തിരിക്കുന്ന മെസ്സേജിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് CPM തിരുത്താൻ സന്നദ്ധമാകുകയാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ CPM പരാജയപ്പെടുന്നു എന്നുള്ളതല്ല ഇതിൽ കാണുന്ന അപകടം, കേരളം പരാജയപ്പെടും എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം. ഈ രാഷ്ട്രീയം അഥവാ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി അതിന് പറ്റുന്ന രീതിയിൽ സാമുദായിക നേതാക്കന്മാരെ കയറൂരി വിട്ട് വിഷം ചീറ്റുന്ന പ്രഭാഷണങ്ങൾ നടത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തോടുള്ള ഗുണകാംക്ഷ മാത്രമല്ല, കേരളത്തോടുള്ള ഗുണകാംക്ഷ കൊണ്ടുകൂടിയാണ് പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തു സൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2011 വരെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ വിഷയത്തിൽ ഇടപെടുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു വരാറുണ്ടായിരുന്നത്. 2016 ശേഷം സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രസ്ഥാനം മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുൻകൈയെടുത്തുകൊണ്ട് ഒരു സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നു. അത് രൂപപ്പെട്ടു വന്നതിന് ശേഷം ഇലക്ഷൻ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. ആ ഇലക്ഷൻ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇടപെടുകയോ ചെയ്താത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചർച്ചയ്ക്ക് വെച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം.